ക്ലാസ് ഡേ 3, മൂന്നാം ദിവസത്തെ ക്ലാസ്. താഴെ നൽകിയിട്ടുള്ള ചിത്രം നോക്കുക. ഐ, ഹി, ഷീ, ദേ, വി, യു എന്നിവയുടെ 4 വ്യത്യസ്ത പദരൂപങ്ങളാണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് വേർഡ് ടേബിളിൽ, വാക്കുകളുടെ പട്ടികയിൽ കാണുന്ന വരികളിലെ, റോകളിലെ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് തൊട്ട് മുൻപ് ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെയാണ് ഈ പുതിയ വാക്യ സൃഷ്ടിക്കലിനും ഉപയോഗിക്കുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ ഓരോ മൗലിക പദത്തിൻ്റെയും 4 വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം റോ 1 വാക്കുകൾ എടുക്കാം. ഐ, ഞാൻ, എനിക്ക്. മൈ, എൻ്റെ. മൈൻ, എന്റേത്. മീ, എന്നെ, എന്നോട്, എനിക്ക്. I must tell him that. ഞാൻ അത് അയാളോട് പറയണം. I want to buy a book. എനിക്കൊരു പുസ്തകം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 1-ാം കോളത്തിലെ വാക്കിന് മലയാളത്തിൽ 2 വ്യത്യസ്ത വാക്രൂപങ്ങൾ വരാമെന്ന്. She took my book. അയാൾ എൻ്റെ പുസ്തകം എടുത്തു. That pencil is mine. ആ പെൻസിൽ എന്റേതാണ്. 4-ാം കോളത്തിലെ വാക്കിന് മലയാളത്തിൽ 3 വ്യത്യസ്ത വാക്രൂപങ്ങൾ വരാം എന്ന കാര്യം ഓർക്കുക. You can help me. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. He can tell me. അയാൾക്ക് എന്നോട് പറയാം. They can give me. അവർക്ക് എനിക്ക് തരാം. ഇനി റോ 2 വാക്കുകൾ എടുക്കാം. ഹി, അയാൾ, അയാൾക്ക്. ഹിസ്, അയാളുടെ. ഹിസ്, അയാളുടേത്. ഹിം, അയാളെ, അയാളോട്, അയാൾക്ക്. ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഹിസ് എന്ന പദം 2-ാം കോളത്തിലും 3-ാം കോളത്തിലും വരുന്നുണ്ട് എന്നതാണ്. ഈ 2 വാക്സ്ഥാനങ്ങളിലും ഈ വാക്കിന് വ്യത്യസ്ത അർത്ഥരൂപമാണ് ഉള്ളത്. ഈ ഒരു പ്രതിഭാസം മറ്റു ചില വാക്കുകളുടെ കാര്യത്തിലും കാണുന്നുണ്ട്. വാക്യാർത്ഥത്തെ അനുസരിച്ച് ആ വാക്കിന്റെ അർത്ഥരൂപത്തിൽ അനുസൃതമായ മാറ്റം വരും. He went to Bombay yesterday. അയാൾ ഇന്നലെ ബോംബെയിൽ പോയി. He wants to build a house. അയാൾക്ക് ഒരു വീട് കെട്ടാൻ ആഗ്രഹമുണ്ട്. This is his house. ഇത് അയാളുടെ വീടാണ്.
That ticket is his. ആ ടിക്കറ്റ് അയാളുടേത് ആണ്. We must call him tomorrow. നമ്മൾ അയാളെ നാളെ വിളിക്കണം. You can tell him to come home. സ്വന്തം വീട്ടിൽ വരാൻ നിങ്ങൾക്ക് അയാളോട് പറയാം. They can give him that room. ആ മുറി അയാൾക്ക് നൽകാൻ അവർക്ക് കഴിയും. You do. You bring it here. നിങ്ങൾ അതിവിടെ കൊണ്ടുവരൂ. You build a gate. നിങ്ങളൊരു ഗേറ്റ് കെട്ടു. ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങളൊരു ഗേറ്റ് നിർമ്മിക്കൂ എന്നാണ്. You buy a pen. നിങ്ങളൊരു പേന വാങ്ങിക്കൂ. You call him. നിങ്ങൾ അയാളെ വിളിക്കൂ. You carry him. നിങ്ങൾ അയാളെ വഹിക്കൂ. എടുത്തു കൊണ്ടുപോകൂ എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. You catch that bird. നിങ്ങൾ ആ പക്ഷിയെ പിടിക്കൂ. You celebrate this victory. നിങ്ങൾ ഈ വിജയം ആഘോഷിക്കൂ. You clean that plate. നിങ്ങൾ ആ പ്ലേറ്റ് വൃത്തിയാക്കൂ. You climb on the window. നിങ്ങൾ ആ ജനലിൽ മേൽ കയറൂ. You close that room. നിങ്ങൾ ആ മുറി അടയ്ക്കൂ. കോമൺ കോൺവെർസേഷൻ. ഇനി അടുത്തത് സാധാരണ സംഭാഷണങ്ങളാണ്. What are you talking about? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? What is inside the box? പെട്ടിക്കകത്ത് എന്താണുള്ളത്? Who told you that? അത് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? What do you want? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? Want എന്ന പദത്തിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. want എന്നല്ല. May I know who is speaking? ആരാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞോട്ടെ. കലർപ്പില്ലാത്ത ഇംഗ്ലീഷിൽ ഹു ആർ യു പോലുള്ള ചോദ്യങ്ങൾ മര്യാദ കുറഞ്ഞവയായും പരുക്കൻ പെരുമാറ്റമായും കരുതപ്പെടുന്നു. May I help you? ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ? കച്ചവട സ്ഥാപനത്തിൽ ഉപഭോക്താവ് കയറി വന്നാൽ ചോദിക്കാവുന്ന ചോദ്യം വാട്ട് ഡു യു വാണ്ട് പോലുള്ള ചോദ്യങ്ങൾ മര്യാദ കുറഞ്ഞവയായും പരുക്കൻ പെരുമാറ്റമായും കരുതപ്പെടുന്നു. How can I help you? എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? May I sit down? ഞാൻ ഇരുന്നോട്ടെ.
സർക്കാർ ഓഫീസുകളിലും മറ്റ് ഔപചാരിക സ്ഥലങ്ങളിലും ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിച്ചിട്ട് ഇരിക്കാനുള്ള അനുവാദം ലഭിക്കാവുന്നതാണ്. മലയാളത്തിൽ ഇങ്ങനെ ചോദിച്ചാൽ ഉദ്യോഗസ്ഥർ എങ്ങനെ പ്രതികരിക്കുമെന്ന് തീർത്ത് പറയാനാവില്ല. Can you please give me a glass of water? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ നിങ്ങൾക്ക് കഴിയുമോ? I am sorry that I couldn't help you. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാഞ്ഞതിൽ ഖേദമുണ്ട്. English rhyme. It's raining, it's pouring, the old man is snoring. He went to bed and bumped his head and couldn't get up in the morning. സ്പീച്ച്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ച പ്രസംഗത്തിന്റെ 3-ാം ഭാഗം. The state of our nation. The so-called democratic government of this nation has to provide free rest houses for the common person in towns and cities. ഈ രാഷ്ട്രത്തിലെ ജനാധിപത്യ സർക്കാർ എന്ന് വിളിക്കപ്പെടുന്ന സർക്കാർ പട്ടണങ്ങളിലും നഗരങ്ങളിലും സാധാരണക്കാരായ വ്യക്തികൾക്ക് വിശ്രമിക്കാനായി സൗജന്യ സത്രങ്ങൾ ഒരുക്കി വെക്കേണ്ടതാണ്. It has to arrange for the free availability of good drinking water. നല്ല ഗുണമേന്മയുള്ള കുടിവെള്ളം സൗജന്യമായി ലഭ്യമാക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കേണ്ടതാണ്. There should be free school buses for children. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സൗജന്യ ബസ്സുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. There should be good conveniences in public offices, which people who visit the offices can use. സർക്കാർ ഓഫീസുകളിൽ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ ആ ഓഫീസുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. There are many more things that need to be mentioned. However, for the time being, I conclude. ഇനിയും പല കാര്യങ്ങളും സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ തൽക്കാലത്തേക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. Now listen to the audio. ഇനി ശബ്ദരേഖ കേൾക്കുക. The so-called democratic government of this nation has to provide free rest houses for the common person in towns and cities. It has to arrange for the free availability of good drinking water. There should be free school buses for children. There should be good conveniences in public offices, which people who visit the offices can use. There are many more things that need to be mentioned. However, for the time being, I conclude. Full speech. The state of our nation. ഇനി പ്രസംഗം മുഴുവനും ഒന്ന് കേൾക്കുക. അത് സ്വന്തമായി പറയാൻ ശ്രമിക്കുക. The state of our nation.
My dear friends, it is nice to be able to stand here and speak a few words to you. I want to speak to you about the terrible condition of our nation. It is true that our nation is developing. We are now a financially strong nation. There is enough and more foreign exchange in our coffers. Yet, where is the evidence of all this on the streets of this nation? The government is having a lot of money, but there is nothing an ordinary man of this nation can get from the nation. There is no place a man can sit or relax in a town. No toilets, no safe drinking water. Everything has to be paid for. For the person who cannot afford all this, there is nothing here. Most of the trees on the public roads have been cut down since we got our so-called independence. The heat on the roads on any day is unbearable. There is no shade to relax. If this is what we call freedom, it is a pitiable freedom. The so-called democratic government of this nation has to provide free rest houses for the common person in towns and cities. It has to arrange for the free availability of good drinking water. There should be free school buses for children. There should be good conveniences in public offices, which people who visit the offices can use. There are many more things that need to be mentioned,